ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് എന്നോട് എൻ്റെ ഫ്രണ്ട് കണ്ടപ്പം പറഞ്ഞു എനിക്ക് ഉപകാരമുള്ള വീഡിയോ ചെയ്യരുതോ, ഞാൻ എന്തായാലും എന്നെ സഹിക്കണം. അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസ് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇട്ടൂടെയെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ക്ഷീരവികസന വകുപ്പിൻ്റെയും മിൽമേൻ്റെ ഒക്കെ സ്കീമുകളെയും കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയണ്ടാവില്ലേ, അതൊന്ന് വീഡിയോ ആക്കി ഇട്ടൂടെയെന്ന്. അന്നേരമാണ് എനിക്ക് തോന്നിയത് അതൊരു ഐഡിയ ആണല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് ക്ഷീരവികസന വകുപ്പിൻ്റെ പുതിയ പദ്ധതികളെക്കുറിച്ചാണ്. പദ്ധതിയെക്കുറിച്ച് ഫുള്ളില്ല, അത് അയക്കേണ്ടത് പദ്ധതികളിലേക്ക് അപേക്ഷ അയക്കേണ്ടത് ഈ മാസം ലാസ്റ്റ് 31-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അത് 1 പശു യൂണിറ്റ് മുതൽ 20 പശു യൂണിറ്റ് വരെ ഉണ്ട്. പിന്നെ MSDP പദ്ധതികളുണ്ട്, പിന്നെ JLGൻ്റെ ഉണ്ട്. അങ്ങനെ കുറേ ആനുകൂല്യങ്ങളുണ്ട്. ആനുകൂല്യങ്ങളല്ല, കുറേ പദ്ധതികളുണ്ട്. അപേക്ഷ അയക്കാം. അതിന് ക്ഷീരശ്രീ പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അത് ക്ഷീരശ്രീയിൽ മെമ്പറായിട്ടുള്ള ആൾക്കാർക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടാവും. അതിൽ കൂടെ കയറിയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് പുതിയതായിട്ട് ക്ഷീരശ്രീയിലേക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാ രേഖകളും കൊണ്ടുപോകണം. ആധാർ, ബാങ്ക് പാസ്ബുക്ക്, അങ്ങനത്തെ നികുതി ഷീട്ടൊക്കെ കൊണ്ടുപോകണം. അല്ലാത്ത ഒരു നികുതി ഷീട്ട് മാത്രം കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്താൽ മതി. ഈ മാസം ലാസ്റ്റ് 31 വരെ ഡേറ്റ് ഉണ്ട്. അപ്പം എല്ലാവരും മറന്നു പോകാണ്ട് ചെയ്യുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സി യു.